എല്ലാവർക്കും നമസ്കാരം. ഞാൻ അരുൺ ഗിന്നസ്. അപ്പൊ ചെറിയൊരു അറിവിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അതായത് നമുക്ക് വണ്ടിയിൽ സാധാരണ ടയറിലൊക്കെ ഒരുപാട് ചെടിയായി കഴിഞ്ഞാൽ നമ്മൾ സോപ്പും സർഫൊക്കെ ഇട്ട് ശരിക്കും കഴുകാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്തരം ഒരു പുത്തൻ ടയറിന്റെ പെർഫെക്ഷൻ നമുക്ക് കിട്ടാറില്ല. അതിനു വേണ്ടിയിട്ട് നമ്മൾ ടയർ ഫോം എന്ന് പറഞ്ഞൊരു സംഭവം മേടിച്ച് സ്പ്രേ ചെയ്യാറുണ്ട്. അന്നേരമാണ് ശരിക്കും കറക്റ്റ് വരുന്ന ടയർ. പക്ഷെ അതിന് പകരം അതിന് 300-350 രൂപ വിലയാണ്. പക്ഷെ അതിന് പകരമായിട്ട് നമുക്കൊരു 35 രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ ടയർ നമുക്ക് ശരിക്കും ബ്ലാക്ക് ആക്കി എടുക്കാം. ശരിക്കും ടയറിന്റെ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടും. അപ്പൊ അത് എന്താണെന്ന് അറിയണ്ടേ? 35 രൂപ നമ്മളൊരു കൊക്കക്കോള വാങ്ങിക്കുക. നമ്മൾ കഴിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരുപാട് വിഷാംശം ഉള്ളതുകൊണ്ടാണ് ശരിക്കും ഇത് കറുത്ത് വരുന്നത്. നമുക്കതൊന്ന് പരീക്ഷ അത് ശരിയാണോ അല്ലെങ്കിൽ നമുക്കൊന്ന് പരീക്ഷ. അപ്പൊ നമുക്ക് വണ്ടിയിൽ ഇതിനകത്ത് കുറെ ടയറിൽ ചെളിയുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ ഈ സംഭവം കൊക്കോള വെച്ച് തൂത്ത് കഴിഞ്ഞാൽ ശരിക്കും ബ്ലാക്ക് ആയിട്ട് ഇപ്പോഴത്തെ കളർ കണ്ടോ? ശരിക്കും ബ്ലാക്ക് ആയിട്ട് നോക്കാം. നമുക്ക് കൊക്കോള എടുക്കാം. ഇത് എന്താ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന കൊക്കോളയാണ്. ഒരു 650 സ്വല്പം മതി. സ്വല്പം നമുക്ക് അത്യാവശ്യം ഒരു ടയറിൽ ഒരു പൊള്ളിക്കാൻ മാത്രം മതി. നമുക്ക് എന്നിട്ട് കുറച്ച് തുണിയിൽ എടുക്കുക. തുണിയിലെടുക്കുക. ശരിക്കും കുറച്ച് കഴുകുന്ന പോലെ ഇത് കഴുകണത്. ഇത് ഈ വെള്ളം ശരിക്കും കൊക്കക്കോളയുടെ ആ വെള്ളം ഇതിനകത്ത് ശരിക്കും നിൽക്കണം. ശരിക്കും ചെളികളൊപ്പം ശരിക്കും ഉറച്ചു കഴിയും തന്നെ ശരിക്കും ഇത് ഇളകി വരുന്നതായിട്ട് കാണാം. കാരണം സർഫൊക്കെ ഇട്ടിട്ട് നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകി കളയരുത്. ഇതിന്റെ ഈ വിഷം ശരിക്കും പറഞ്ഞ വിഷമാണ്. വിഷം ഇതിനകത്ത് നിന്നിട്ട് ഇതിന്റെ റബ്ബറിന് ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റങ്ങളാണ് ശരിക്കും ബ്ലാക്ക് ആയിട്ട് നമ്മൾ കാണുന്നത്. ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സാധനം ഉള്ളിലേക്ക് പെട്ടെന്ന് വരും. കുറച്ച് അതിന്റെ തിളക്കം നമുക്ക് തന്നെ കാണാം. അപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ടയർ ഉണങ്ങി വരുന്നുണ്ട്. ഇതങ്ങ് വലിഞ്ഞ് ടയറിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ ഉണങ്ങിയ ഭാഗങ്ങളുണ്ടോ ശരിക്കും ടയറിന്റെ ഉള്ളിലേക്ക് വലിഞ്ഞ് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ടാൽ നമുക്ക് ടയർ എപ്പോഴും ഒരു പെർഫെക്റ്റ് ഒരു പുതിയ കണ്ടീഷനായിട്ട് നിൽക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും കൊക്കക്കോള വാങ്ങിക്കരുത്. ഏറ്റവും വലിയ വിഷമാണ്. ആരും കുടിക്കരുത്. ഇതിങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പരീക്ഷണം ചെയ്യണം. വണ്ടിയുള്ള എല്ലാവരും ഈ പരീക്ഷണം ചെയ്യണം. എന്റെ കൂട്ടുകാരെല്ലാവരും ഇത് ചെയ്യണം. അപ്പൊ കൊക്കക്കോള കിട്ടിയില്ലെന്ന് ഇത് പേടിക്കണ്ട. നമുക്കിത് വേറെ സംഭവമുണ്ട്. പെപ്സി എല്ലാം നല്ല അടിപൊളി വിഷമാണ്. ആരും കുടിക്കരുത് കേട്ടോ. ഒരിക്കലും കുടിക്കരുത്. കാരണം ടയറിൽ ഇത്ര ബ്ലാക്ക് ഉണ്ടാക്കിയാൽ അതിന്റെ കറ ഇളക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തോരും ഇത് വ്യത്യാസം വരുമെന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലെ കോശങ്ങളെല്ലാം നശിച്ചു. അപ്പോൾ എന്നെ ഇത് ക്യാമറ എടുക്കാൻ സഹായിച്ച എന്റെ ദിനുവാണ്. താങ്ക് യു ദിനു. താങ്ക് യു.